ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ പോഷ് വിലാസിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീട് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിലാണ്. അതായത് തൃശ്ശൂർ മണ്ണുത്തി റൂട്ടിൽ ആ മണ്ണുത്തി ഡോൺ ബോസ്കോ സ്കൂൾ ആ പരിസരത്തിൽ നിന്ന് ആ NH-ൽ നിന്ന് വെറും 1,200, അതായത് 1 കിലോമീറ്ററും 200 പോയിന്റ് മാത്രമാണ് ഈ വീട്ടിലേക്ക് ആയിട്ടുള്ളത്. ഒരു 50 മീറ്റർ 100 മീറ്റർ ഉദ്ദേശം ഗ്യാപ്പിലാണ് ബസ് റൂട്ടും സൗകര്യമുള്ളത്. 4,300 സെൻറ്റ് സ്ഥലത്ത് 1,750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോട് കൂടിയാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. ഫ്രണ്ട് സൈഡിലെല്ലാം ലോക്ക് കട്ട ഇൻ്റർലോക്ക് വരുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ വീടിൻ്റെ മുൻവശത്ത് നല്ല വീതി കൂടിയാണ്, ഒരു 5 മീറ്ററോളം വീതിയുള്ള ടാറിംഗ് റോഡാണ് വീടിൻ്റെ 2 ഭാഗങ്ങളിലും ഫ്രണ്ട് സൈഡിലായിട്ടുള്ളത്. വർക്ക് നടക്കുന്ന കാരണമാണ് കുറച്ച് മണ്ണും വേസ്റ്റൊക്കെ ആയിട്ട് കാണുന്നത്. വർക്കിന് ഈ ഉള്ളിലത്തെ എല്ലാ വർക്കുകളും ഫിനിഷിങ് ഓൾറെഡി ആയിട്ടുള്ളതാണ്. ഇനി ഫ്രണ്ട് സൈഡിൽ കുറച്ച് കളർ പെയിൻറ്റിങ്ങും, അതായത് ഫൈനൽ കോട്ടിങ്ങും പെയിൻറ്റിങ്ങും, ആ ഫ്രണ്ട് ഭാഗത്തുള്ള ഓപ്പൺ പൗർച്ചിൽ കുറച്ച് കട്ട ലോക്ക് കട്ട ഇൻ്റർലോക്ക് കട്ട വിരിക്കുന്ന പണി മാത്രമാണ് ഇനി ബാലൻസ് ആയിട്ട് വരുന്നത്. നല്ലൊരു വീതി കൂടിയ സ്ലൈഡിങ് ഗേറ്റാണ് ഈ മുൻവശത്തായിട്ട് വരിക. നല്ലൊരു മോഡൽ ഗേറ്റാണ് ഈ മുൻവശത്തായിട്ട് വരിക. അപ്പോൾ നമുക്ക് വീതി കൂടിയ വാഹനങ്ങളെല്ലാം വീടിനകത്ത് തന്നെ കയറ്റിയിടാനുള്ള സ്പേസ് ഇവിടെയുണ്ട്. അതായത് ആ ഒരു കിണറുണ്ട് അവിടെ. ആ കിണറെല്ലാം പകുതി ഭാഗം വലിയ ബീം പോലുള്ള സ്ലാബ് കൊണ്ട് വാർത്തിട്ടാണ് അതിൻ്റെ മുകളിലിടുക. വണ്ടി നമുക്ക് കയറ്റി പകുതി ഭാഗത്തോളം, അതായത് വലിയ 2 കാർ കയറിയിട്ട് കിടക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ടാവും. വെള്ളത്തിനായിട്ട് ഇവിടെ ഓപ്പൺ കിണറാണ്. അത് കുറച്ചുകൂടി ഭാഗം മുകളിലേക്ക് പൊന്തിച്ച് ചെയ്യാവുന്നത് കണ്ട. ധാരാളം വെള്ളം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാം. അത്രയധികം വെള്ളം വേനൽക്കാലത്തും ഉണ്ട്. അതുപോലെ പ്രളയകാലത്തൊന്നും വെള്ളം കയറാത്ത ഒരു ഏരിയ തന്നെയാണിത്. 4,300 സെൻറ്റ് സ്ഥലത്ത് 1,750 സ്ക്വയർ ഫീറ്റിലാണ് ഈ പുതിയ വീടിൻ്റെ നിർമ്മാണം. ഇവിടെ നല്ല രീതിയിൽ തന്നെ ടെസ്റ്റർ വർക്ക്, അതായത് അടിഭാഗത്ത് നിന്ന് മുകൾ ഭാഗം, ഈ 2ാം നിലയുടെ മുകൾ ഭാഗം വരെ ടെസ്റ്റർ വർക്ക് ഒരു വാള് മാതിരിയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല റെഡിഷ് കളറിലാണ്. അതുപോലെ ഒരു സൈഡിൽ ഒരു ആഷ് കളറും ഒരു വാൾ മാറി മുകൾ വശത്തേക്കും പോകുന്നുണ്ട്. നല്ലൊരു വെറൈറ്റി എലിവേഷൻ തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പുറമത്തെ വർക്കുകൾ മാത്രമാണ് ഇവിടെ ബാലൻസ് ആയിട്ടുള്ളത്. ഈ സൈഡിലൊക്കെ ബേബി മെറ്റ് വിരിച്ച് ഭാഗം ക്ലിയർ ചെയ്യാവുന്നതാണ്. കണ്ട, ഇവിടെ വർക്ക് കഴിഞ്ഞൊരു വീടിൻ്റെ പോർച്ചാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെ മനോഹരമായ രീതിയിലായിരിക്കും ഇപ്പുറത്തെ വീടിൻ്റെ ഈ ഭാഗത്തും നമ്മൾ ഓപ്പൺ പോർച്ചായിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇൻ്റർലോക്ക് എല്ലാം വിരിച്ച് നല്ല ഭംഗി രീതിയ സ്ലൈഡിങ് ഗേറ്റോട് കൂടി. അതുപോലെ ഗ്രാനൈറ്റ് ആണ് ഈ ഓപ്പൺ സിറ്റ് ഔട്ടിൻ്റെ ബോർഡറായി കൊടുത്തിട്ടുള്ളത്. അതുപോലെ വീതി കൂടിയ ടൈലാണ് സിറ്റ് ഔട്ടിലും കൊടുത്തിരിക്കുന്നത്. ഡബിൾ പാളി ഡോറ്, അത് തേക്ക് വുഡിലാണ് ഡബിൾ പാളി ആയിട്ട് ഫ്രണ്ട് ഡോറ് കൊടുത്തിട്ടുള്ളത്. കയറി വരുന്നൊരു ലിവിങ് ഹാളാണിത്. 2x4 സൈസ് ഫ്ലോർ ടൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നല്ല വീതി കൂടിയ ടൈല് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോക്സി ഒക്കെ ഇനി ലാസ്റ്റ് വരുന്നതേ ഉള്ളൂ. അതിൽ മനോഹരമായ ഒരു TV യൂണിറ്റ് നമുക്ക് കാണാം. കയറി വരുന്ന ലിവിങ് ഹാളിൽ നേർവശത്തായിട്ട് തന്നെ ഒരു TV യൂണിറ്റ്, മുകൾ വശത്തായിട്ട് സീലിംഗ് വർക്കുകൾ, ധാരാളം സീലിംഗ് വർക്കുകൾ, നല്ല കളർ പെയിൻറ്റിങ്ങും നല്ല വാം ലൈറ്റും നല്ല മനോഹരത കൂട്ടുന്ന വീടിന് കൂടുതൽ ഭംഗി കൂട്ടുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഇൻറ്റീരിയൽ വർക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നല്ലൊരു TV യൂണിറ്റ് നമുക്കിവിടെ കാണാം. ഈ ലിവിങ് ഹാളിൽ നിന്നാണ് നമ്മൾ ഡൈനിങ് ഹാളിൽ കണ്ട മനോഹരമായ ഒരു ആർച്ചോട് കൂടിയാണ്. അതിലെല്ലാം വാം ലൈറ്റുകളും നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ഒരു ആർച്ച് രീതിയിലാണ് നമ്മൾ ലിവിങ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്നത് കാണാം. അതുപോലെ തന്നെ മോഡൽ അതേ സെയിം യൂണിഫോം മോഡൽ തന്നെ വീതി കൂടിയ ടൈല് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. 2x4 സൈസ് നല്ല വീതി കൂടിയ ഒരു ഡൈനിങ് ഹാൾ തന്നെയാണ്. നല്ല സ്പേഷ്യസ് ആയ ഡൈനിങ് ഹാൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു സൈഡിലായിട്ട് ഒതുക്കിയിട്ട് ഒരു വാഷ് ഏരിയ നമുക്ക് കാണാം. ഒരു വാഷ് ഏരിയ ഒരു സൈഡിലായിട്ട് ഒതുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഫുൾ ലെങ്ത്ത് മിററാണ് അതിൽ വരിക. അതുപോലെ സ്റ്റെയർ അടിഭാഗത്തും കബോർഡ് വർക്ക്, ഫുൾ കബോർഡ് വർക്കും ഇവിടെയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാണാം ഡൈനിങ് ഹാളിൽ നല്ല രീതിയിൽ തന്നെ നല്ലൊരു മനോഹരത കൂട്ടുന്ന രീതിയിൽ നല്ല കളർ പെയിൻറ്റിങ്ങും വാം ലൈറ്റുകളും നല്ല രസത്തിലുള്ള വർക്കുകളാണ് ഡൈനിങ് ഹാളിലും കൊടുത്തിട്ടുള്ളത്. സ്റ്റെയറിനോട് സൈഡിൽ ചേർന്നിട്ട്, അതായത് ഡൈനിങ് ഹാളിൽ നിന്ന് തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റത്തെ ബെഡ്റൂമാണ്. ഇവിടെയും അതേ യൂണിഫോമിൽ തന്നെയാണ്, മാച്ചിങ് ആയിട്ട് തന്നെയാണ് ഫ്ലോർ ടൈല് കൊടുത്തിട്ടുള്ളത്.
നല്ല വീതി കൂടിയ ടൈൽ തന്നെയാണ്. ഒരു 12x12 സൈസാണ് ഈ ബെഡ്റൂമിന് അളവായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നല്ല രീതിയിൽ തന്നെ സീലിംഗ് വർക്കുകൾ, വാം ലൈറ്റുകൾ, കളർ പെയിൻറ്റിങ് നല്ല മനോഹരത രീതിയിൽ തന്നെയാണ് ഇവിടെയും ബെഡ്റൂമിലും ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ ഒരു സൈഡിലായിട്ട് അലമാരി വർക്ക്, 3 പാളി ഡോറോട് കൂടിയുള്ള കബോർഡ് വർക്കോട് കൂടി ഒരു അലമാരി വർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു സൈഡിലായിട്ട് ഒരു ഡ്രസ്സിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു സെപ്പറേറ്റ് ഡ്രസ്സിങ് യൂണിറ്റ് നമുക്ക് കാണാം. ഗ്ലാസ് ഡോറോട് കൂടിയുള്ള ഡ്രസ്സിങ് യൂണിറ്റ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിനോട് ചേർന്നിട്ട് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമിലും വീതി കൂടിയ ടൈൽ തന്നെയാണ് വാൾ ടൈലും ഫ്ലോർ ടൈലും എല്ലാം കൊടുത്തിട്ടുള്ളത്. നല്ല ഡിസൈനോട് കൂടിയ ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും അപ്പോക്സിയോട് കൂടി. അതുപോലെ ഹീറ്ററിനുള്ള പോയിന്റ് എല്ലാം സൈഡിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വാഷ് ഏരിയ സെപ്പറേറ്റും ഇവിടെയും ഉണ്ട്. നാല് 300 സെൻറ്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിലാണ് ഇവിടെ 4 ബെഡ്റൂമോട് കൂടിയ പുതിയ വീടിൻ്റെ നിർമ്മാണം. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 9 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇവിടേക്ക് ആയിട്ടുള്ളത്. അതുപോലെ ഡൈനിങ് ഹാളിൽ തന്നെയാണ് 2ാമത്തെ ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത്. നമുക്ക് കാണാം 2ാമത്തെ ബെഡ്റൂം. അതേ സെയിം യൂണിഫോമിൽ തന്നെ വീതി കൂടിയ ടൈൽ തന്നെയാണ് ഇവിടെയും അപ്പോക്സിയോട് കൂടിയിട്ട് കൊടുത്തിരിക്കുന്നത്. 3 സൈഡിലും ഒറ്റ സിംഗിൾ ഡോറുകളും ഇവിടെ ഡബിൾ പാളി ഡോറും വിൻഡോസായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയും നല്ല രീതിയിൽ ഒരു വെറൈറ്റി ഡിസൈനോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂമിലും ഇൻറ്റീരിയൽ ഡിസൈൻ വർക്കുകൾ, ഓൾ സീലിംഗ് വർക്കുകൾ എല്ലാം മനോഹരമായ രീതിയിൽ തന്നെയാണ്. കളർ പെയിൻറ്റിങ്ങും വാം ലൈറ്റും നല്ലൊരു അടിപൊളി ഡിസൈനോട് കൂടി തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. കാണാം 3 പാളി ഡോറ് അലമാരി വർക്കും അതിനോടൊപ്പം തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളും നമുക്കിവിടെ കാണാം. ഒരു സൈഡിലായിട്ട് ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. നല്ല തരം കമ്പനികളുടെ മെറ്റീരിയലാണ് ബാത്റൂം ഫിറ്റിങ്സിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അത് 10 കൊല്ലത്തോളം ഗ്യാരണ്ടിയുള്ള ഫിറ്റിങ്സ് അവോട് കൂടിയുള്ള ഉപകരണങ്ങളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ബസ് റൂട്ടിൽ നിന്ന് വെറും 100 മീറ്റർ, അതായത് നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാവുന്ന രീതിയിൽ തന്നെയാണ്. 100 മീറ്റർ തന്നെയുള്ളൂ ഇവിടെ ബസ് റൂട്ടിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ്. അതുപോലെ എല്ലാ സ്കൂളും, ഡോൺ ബോസ്കോ സ്കൂള്, ഭാരതി വിദ്യാഭവൻ സ്കൂള്, അങ്ങനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും എല്ലാ ബസ്സുകളൊക്കെ നമ്മുടെ വീടിൻ്റെ മുൻവശത്തായിട്ട് തന്നെ വരുന്നതാണ്. കിച്ചണാണ്, ഒരു ഗ്ലാസ് ഡോറോട് കൂടിയാണ് നമ്മൾ കിച്ചണിലേക്ക് പ്രവേശിച്ചത്. ഇവിടെ ഒരു വുഡ് ഡിസൈനോട് കൂടിയ ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെയും അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു കിച്ചൺ തന്നെയാണ്. നല്ലൊരു വീതി കൂടിയ കിച്ചൺ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ മനോഹരമായ നല്ല കബോർഡ് വർക്കുകൾ, ബ്ലാക്ക് ആൻഡ് ഗ്രേ ഡിസൈനോട് കൂടിയിട്ടുള്ള ഒരു കബോർഡ് വർക്കാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ചിമ്മിനി എല്ലാം കൂടെ തന്നെ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് നമ്മൾ ചിമ്മിനി എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകൾ വശത്തും സൈഡിലും ധാരാളം കബോർഡ് വർക്കുകളും ഒരേ യൂണിഫോം പോലെ തന്നെ ബ്ലാക്ക് ആൻഡ് ഗ്രേ ഡിസൈനിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ സൈഡിൽ ചുറ്റുഭാഗങ്ങളിലും വാൾ ടൈലും കൊടുത്തിട്ടുണ്ട്. മിക്സിക്കുള്ളതും ഓവനുള്ളതും എല്ലാം സെപ്പറേറ്റ് തന്നെ പോയിന്റുകളെല്ലാം ഇവിടെ ടേബിൾ ടോപ്പിൽ തന്നെ കൊടുത്തിരിക്കുന്നു. കിച്ചണിൽ നമ്മൾ വർക്ക് ഏരിയ കിടക്കുന്ന ഭാഗമാണിത്. ഇവിടെയും അതേ യൂണിഫോമിൽ ഒരു തേക്ക് വുഡ് ഡിസൈനിലാണ് ഇവിടെ ടൈല് കൊടുത്തിരിക്കുന്നത്. പണി കഴിഞ്ഞുള്ള സാധനങ്ങളെല്ലാം ഒരു സൈഡിലായിട്ട് ഒതുക്കി വെച്ച് കാരണം നമുക്കവിടെ കിഴക്കോട്ട് ദർശനമായിട്ടൊരു പുകയില്ലാത്ത അടുപ്പുള്ള സ്പേസ് അതായത് അവിടെ ഉണ്ട്. വേണമെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്കത് നീക്കം ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു കോമൺ ബാത്റൂം വർക്ക് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും നല്ല 2x4 സൈസാണ് ചുമരിലും വാൾട്ടയിലും കൊടുത്തിരിക്കുന്നത്. അതും അപ്പോക്സിയോട് കൂടി തന്നെയാണ് കേട്ടോ. നല്ലൊരു വെറൈറ്റി ഡിസൈനിലാണ് ഇവിടെ വാൾട്ടയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹീറ്ററിനുള്ള പോയിന്റ് എല്ലാം നമുക്കിവിടെ കാണാം. എക്സോസ്റ്റ് എല്ലാം സെപ്പറേറ്റ് എല്ലാ ബാത്റൂമിലും ഫിറ്റ് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. സൈഡ് വശത്തേക്ക് പുറത്തേക്ക് കിടക്കുന്ന ഗ്രില്ലാണിത്. ബാക്കിലത്തെ ഈ ഭാഗങ്ങളിലൊക്കെ നമ്മളതിന് മതിൽ കെട്ടുന്നതേ ഉള്ളൂ. 4 ഭാഗങ്ങളിൽ നമ്മൾ മതിലെല്ലാം കെട്ടി സൈഡിലെല്ലാം ബേബി മെറ്റെല്ലാം വിരിച്ച് നമ്മൾ അടച്ചുറപ്പുള്ള വിധത്തിൽ ആക്കുന്നതാണ്. ഉള്ളിലത്തെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട്. പുറമത്തെ കുറച്ച് വർക്കുകൾ ഈ മഴ കാരണം നിർത്തി വെച്ചിട്ടുള്ളതാണ്. എല്ലാ വർക്കും പൂർത്തീകരിച്ചിട്ടാണ് നമുക്ക് താക്കോല് തരിക. 400 സെൻറ്റ് സ്ഥലത്ത് 1750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള ഈ വീടിന് ഉടമ ചോദിക്കുന്ന വില വെറും 59 ലക്ഷം രൂപയാണ്. വില നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ.
വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടി സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക. വാസ്തുവിധി പ്രകാരം തന്നെയാണ് ഇവിടെ ഈ വീട് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അത് കന്നിമൂലയും അതുപോലെ കന്നിമൂല ബാത്റൂം അങ്ങനെ എല്ലാ ഭാഗങ്ങളും നമ്മളിവിടെ നോക്കിയിട്ടാണ് ശ്രദ്ധിച്ചിട്ടാണ് ഈ വീട് ചെയ്തിട്ടുള്ളത്. മുകൾ വശത്തെ ഹാളാണിത്. ഈ ഹാളിൽ നിന്നാണ് ബാക്കി 2 റൂമിലേക്ക് ലിവിങ് ഹാൾ മറ്റേ സിറ്റ് ഔട്ടിലേക്ക് ഓപ്പൺ പോർച്ചിലേക്കും കിടക്കുന്നത്. 3ാമത്തെ ബെഡ്റൂം. മുകൾ വശത്തെ ബെഡ്റൂമാണിത്. ഇവിടെയും ധാരാളം നല്ല രീതിയിൽ തന്നെയാണ് ഹോൾ സീലിംഗ് വർക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല വാം ലൈറ്റിങ്ങും കളർ പെയിൻറ്റിങ്ങും നല്ല മനോഹരത കൂട്ടുന്ന രീതിയിൽ തന്നെയാണ്. ആ താഴെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ ഡിസൈനിൽ 3 പാളി അലമാരി വർക്കും അതുപോലെ സൈഡിൽ തന്നെ ഒരു മിററോട് കൂടിയ ഒരു ഡ്രസ്സിംഗ് യൂണിറ്റും ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് കാണാം. 4 ബാത്റൂമുകളും വ്യത്യസ്ത രീതിയിലുള്ള വാൾ ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോളാറിനുള്ള പോയിന്റുകളെല്ലാം മുകൾ വശം വരെ നമ്മൾ പോയിന്റുകളെല്ലാം എത്തിച്ച് പൈപ്പുകളെല്ലാം ഇട്ട് നിർത്തിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഹാളിൽ നിന്ന് മൂലത്തെ ഹാളിൽ തന്നെയാണ് 4ാമത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. ഒരേ മാച്ചിങ് യൂണിഫോം പോലെ തന്നെയാണ് ഫുൾ ഫ്ലോറിംഗ് ടൈൽ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും അപ്പോക്സിയോട് കൂടി തന്നെയാണ്. നല്ലൊരു വീതി കൂടിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. അതുപോലെ സൈഡ് വശങ്ങളിലെല്ലാം വിൻഡോസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ബെഡ്റൂമുകളിലും ഇവിടെ ഹോൾ സീലിംഗ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡൈനിങ് ലിവിങ് എല്ലാ ഭാഗങ്ങളിലും നല്ല വെറൈറ്റി രീതിയിൽ തന്നെയാണ് ഇവിടെ വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ഡ്രസ്സിംഗ് യൂണിറ്റോട് കൂടി തന്നെയാണ് ഇവിടെയും അലമാരി വർക്കുകൾ കൊടുത്തിരിക്കുന്നത്. ഒരു സൈഡിലായിട്ട് മിററോട് കൂടി ഡ്രസ്സിംഗ് യൂണിറ്റ്, അതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം. വാഷപ്പിനോട് കൂടിയ അറ്റാച്ച്ഡ് ബാത്റൂമാണ്. 4 ബെഡ്റൂമിലും ഉണ്ട്. നമ്മൾ വെറൈറ്റി ടൈൽസ് തന്നെയാണ് ഫ്ലോറിങ്ങിനും വാൾ ടൈലും ഉപയോഗിച്ചിരിക്കുന്നത്. കൂടുതൽ എന്തെങ്കിലും നമുക്കിവിടെ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. വീടിനെ കുറിച്ച് കൂടുതൽ കാണുന്നതിന് വേണ്ടിയും അതുപോലെ അറിയുന്നതിന് വേണ്ടിയും സ്ക്രീനിൽ കൊടുത്തുള്ള നമ്പറുമായി ബന്ധപ്പെടുക. ഈ ബെഡ്റൂമിൽ നിന്നാണ് നമ്മൾ ഓപ്പൺ പോർച്ചിൽ, അതായത് മുകൾ വശത്ത് ബാൽക്കണിയിലേക്ക് പ്രവേശിക്കുന്നത്. ഈ 4ാമത്തെ ബെഡ്റൂമിൽ നിന്നാണ്. 3-4 പേർക്ക് ഈസി ആയിരിക്കാവുന്ന സ്പേസ് ഇവിടെ ഓപ്പൺ ബാൽക്കണിയിലേക്ക് കൊടുത്തിട്ടുണ്ട്. സൈഡിലെല്ലാം ഗ്ലാസ് ഡോറോട് കൂടിയാണ് ബാൽക്കണി കൊടുത്തിരിക്കുന്നത്. ഈ ഫ്രണ്ടിൽ കാണുന്ന 2 പ്ലോട്ടുകളെല്ലാം ഒരു സാർമാർ മേടിച്ച് ഓൾറെഡി ഇട്ടിട്ടുള്ള ഭാഗമാണിത്. പുതിയ വീടുകളെല്ലാം ഈ 2 ഭാഗങ്ങളിലും നടക്കുന്നതേ ഉള്ളൂ. ഒരു 6ഓളം വീടുകൾ വരുന്നൊരു നല്ലൊരു വില്ലയാണത്. സെപ്പറേറ്റ് ഓണർമാരാണ് ഈ വീട് ഇവിടെ ചെയ്യുന്നത്. ഈ ഭാഗങ്ങളിലെല്ലാം പുതിയ വീടുകൾ നിർമ്മിച്ച് എല്ലാ സാങ്ഷനും കാര്യങ്ങളും എല്ലാം തുടങ്ങുന്നതേ ഉള്ളൂ. ബസ് റൂട്ട് തൊട്ടടുത്ത് തന്നെയാണ്. ഒരു 50 മീറ്റർ നീങ്ങിയിട്ടാണ് ബസ് റൂട്ട് നമ്മുടെ വീടിൻ്റെ ആ സൈഡ് വശത്തോടെ ആയിട്ട് പോകുന്നത്. 4,300 സെൻറ്റ് സ്ഥലത്ത് 1,750 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂമുള്ള ഈ വീടിന് 59 ലക്ഷം രൂപയാണ് ഉടമ ചോദിക്കുന്ന വില നെഗോഷ്യബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഹാളിൽ നിന്ന് തന്നെയാണ് നമ്മൾ ബാക്ക് സൈഡിലേക്കുള്ള ഓപ്പൺ ടെറസിലേക്ക് കിടക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു ഓപ്പൺ ടെറസാണ്. 3 ഭാഗത്തും ഒരു എൽ ഷേപ്പോട് കൂടിയാണ് ഒരേ ഒരു ഓപ്പൺ ടെറസ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ നിന്ന് അങ്ങനെ നമുക്ക് ലെഫ്റ്റിലേക്കും കടന്ന് സൈഡിലേക്കും കടന്ന് ഇവിടെയും കട്ടിങ്ങോട് കൂടി നമുക്ക് ഉപയോഗിക്കാനുള്ള സ്പേസ് ധാരാളം ഇവിടെ തന്നെ ഇവിടെ മുകൾ വശത്തും ഉണ്ട്. വാഷിംഗ് മെഷീനുള്ള പോയിന്റും ഇവിടെ തന്നെ മുകൾ വശത്തും കൊടുത്തിട്ടുണ്ട്. താഴെയും ഉണ്ട് വർക്ക് ഏരിയയിൽ. ഏറ്റവും ടോപ്പിലേക്ക് അതിനുള്ള സ്റ്റയർ ഒതുക്കി കൊടുത്തിരിക്കുന്നു. ബാക്ക് സൈഡിലുള്ള വ്യൂസാണിത്. റോഡ് സൈഡിനോടൊക്കെ ബസ് റൂട്ടിനോടൊക്കെ ചേർന്നിട്ടുള്ള ഭാഗമാണിത്. സ്കൂളുകൾ, ആരാധനാലയങ്ങൾ, അതുപോലെ ഓട്ടോ സ്റ്റാൻഡ്, സെൻറ്ററുകൾ എല്ലാം തന്നെ ഒരു 300 മീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാതും ഉണ്ട്. എല്ലാ ആരാധനാലയങ്ങളും സ്കൂളുകളൊക്കെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുണ്ട്.
വണ്ടി സൗകര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ വരുന്നതായുള്ളൂ. 4,300 സെൻറ്റ് സ്ഥലത്ത് 1,750 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുള്ള ഈ വീടിന് 59 ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത്. വില നെഗോഷ്യബിൾ ചെയ്യുന്നേ ഉള്ളൂ. അതുപോലെ ഞങ്ങളുടെ കൈവശം 35 ലക്ഷം മുതൽ 2 കോടി രൂപ വരെ വിലയുള്ള വീടുകളുണ്ട്. ഞങ്ങളുടെ ചാനലിൽ കയറിയ ആ വീടുകളുടെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി സ്ക്രീനിൽ കൊടുത്ത നമ്പറുമായി ബന്ധപ്പെടുക. അടുത്തൊരു പുതിയ വീടിൻ്റെ വീഡിയോസുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.